ഓ, എന്നാ ഉണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. കാലിക്കറ്റിലൊക്കെ എങ്ങനെ? കാലിക്കറ്റിലൊക്കെ നല്ല സുഖമായിരിക്കുന്നു. എവിടെയാ കാലിക്കറ്റിൽ? എവിടെയാ? കാലിക്കറ്റില് പേരാമ്പ്ര. ഗിനീഷ് ഇതല്ലാതെ ഗിനീഷ് വേറെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ? ചാനല് എഴുത്ത്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. മീഡിയ പ്രൊഡക്ഷൻ ആണ്. ഓ, കുറച്ചു കാലം ചാനലുകളുടെ ഒക്കെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു. പിന്നീട് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. സിനിമ മുന്നാമ്പുറത്തായി മുന്നാമ്പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഒരു അനൗൺസർ ഉണ്ടാവും. അദ്ദേഹം തന്നെയായിരിക്കും ആ നാട്ടിൻ്റെ ഒരു ആസ്ഥാന അനൗൺസർ. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരു അനൗൺസർ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു റിട്ടയർഡ് മിമിക്രിക്കാരനായിരിക്കും, അല്ലെങ്കിൽ സർവീസിലുള്ള മിമിക്രിക്കാരനായിരിക്കും. അങ്ങനെയാണ് അവിടെ ഏത് കാലത്തും ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി ആസ്ഥാന അനൗൺസറാണ്. സുനി ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഓവർ കോട്ട്, അതേപോലെ തന്നെ ജാക്കറ്റ്, തൊപ്പി, ബെൽറ്റ്, ഇതൊക്കെ ഇട്ടിട്ടാണ് സുനിയുടെ അനൗൺസ്മെൻറ്റ് സ്റ്റൈല്. നമ്മുടെ നാട്ടിലെ ഉത്സവം നടക്കുകയാണ്. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആറാട്ട് മഹോത്സവമാണ്. ആറാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാനായിട്ട് വരാൻ വേണ്ടിയിട്ട് ജഗന്നാഥൻ സാറ് എന്ന് പറയുന്നത് വലിയൊരു അധ്യാപകനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം നാട്ടുകാരൊക്കെ ചെന്ന് പറഞ്ഞു, ജഗന്നാഥൻ സാർ ഉത്സവത്തിൻ്റെ ചെയർമാനായിട്ട് വരണം. സാറ് വന്നു, പരിപാടിക്ക് ജോയിൻ ചെയ്യാണ്. പരിപാടി ആളുകളൊക്കെ കൂടി കമ്മിറ്റി കൂടി ജഗന്നാഥൻ സാറിനെ ചെയർമാനായിട്ട് തീരുമാനിച്ചു, ചെയർമാനായിട്ട് വെച്ചു. സാറ് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയം ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. വലിയ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് സെൻറ്ററൊക്കെ തുറന്നിട്ടുണ്ട്. സുനി തന്നെയാണ് അവിടുത്തെ അനൗൺസർ. സുനി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് വലിയ പരിപാടിയൊക്കെയാണ്. കോമഡിയുടെ മർമ്മമറിഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡിയുടെ രാജകുമാരൻ, മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പഠിപ്പിച്ച രമേഷ് പിഷാരയുടെ മെഗാ ഷോ, റിമി ടോമിയുടെ ഗാനമേള, പ്രാദേശിക കലാകാരന്മാർ അണിനിരക്കുന്ന പ്രാദേശിക പരിപാടി, ഇത് തന്നെ സുനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കലാപരിപാടികളെ തുടർച്ചയായിട്ട് സുനി ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ജഗന്നാഥൻ സാറ് സുനിക്കരികിലെത്തി. സാറ് പറഞ്ഞു, സുനി, ആധ്യാത്മികമായ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ നാടിനുണ്ടാവാനും ജനങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം കലാപരിപാടികൾ വേണ്ടാന്നൊരു അഭിപ്രായമില്ല, അത് പറയണ്ടെന്നും അഭിപ്രായമില്ല. എന്നാലും ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതലായിട്ടൊന്ന് സംസാരിക്കണം. ഇത്രയും പറഞ്ഞ് ജഗന്നാഥൻ സാറ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്നു നീങ്ങി. ഉടനെ സുനി മൈക്കെടുത്ത് അനൗൺസ്മെൻറ്റ് തുടങ്ങി. തമ്പുരാൻ, മനുഷ്യൻ മഹാജ്ഞാനത്തിൻ്റെ കൈലാസമേറുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവനോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാണ്? ബുദ്ധനും ശങ്കരനുമെല്ലാം ഇതേ ചോദ്യത്തിന് ഉത്തരം തേടി തമ്പുരാൻ. ഇത്രയും സുനി അനൗൺസ്മെൻറ്റ് ചെയ്തോടുകൂടി ചെമ്മീന് ശേഷം ഉണ്ടായ ഒരു സിനിമ പോലും കാണാത്ത ജഗന്നാഥൻ സാറ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊരു വരവ. ഹരിമുരളീരവത്തിൻ്റെ ഹമ്മിങ്ങിൽ മഞ്ജു വാര്യർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ കുടുകുടുകുടുകുടുകുടുകുടാന്ന് പറഞ്ഞ് താഴത്തെത്തി സുനീൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. സുനിയോട് ജഗന്നാഥൻ സാറ് പറയാ, അറിഞ്ഞില്ല, നിന്നിൽ ഇത്രയും കൃപയുള്ള കാര്യം അറിഞ്ഞില്ല. ദേവീ കടാക്ഷം വേണ്ടുവോളം ഉണ്ട്, അനുഗ്രഹീതനാണ്. മാപ്പു നൽകൂ മഹാപദേ, മാപ്പു നൽകൂ ഗുണനിധേ. കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരെടുത്ത് അദ്ദേഹം 1 തുള്ളി ഇടത്തോട്ടും 1 തുള്ളി വടക്കോട്ടും എടുത്തു വിട്ടു. തിരിച്ചു നടക്കുകയായിരുന്നു മാഷ്. ഇതിനിടയിൽ സുനി 2ാമത്തെ ഡയലോഗും കീച്ചി, ഉത്സവം കൊടിയേറിയിട്ടുണ്ടെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. 3 കതിനപിടിയും. മൊത്തത്തിലുള്ള ബിൽഡപ്പിൽ ശീവേലി കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു ആനേൻ്റെ ചന്തിക്ക് നസീർ സാർ ശ്രീലേൻ്റെ ചന്തിക്ക് എന്ന പോലെ ജഗന്നാഥൻ സാർ ഒറ്റ അടിയ. പിന്നെ കാണുന്ന എന്താ വെച്ചാൽ, നമ്മൾ ബലൂൺ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന തലയും കയ്യും കാലൊക്കെ ഉള്ള ഒരു കുരകനില്ലേ, അതും ഒരു മുണ്ടും കൂടി ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോന്ന. പിന്നെ അടുത്ത ഡയലോഗാ സുനീൻ്റെ. ആകാശത്ത് വർണ്ണ വിസ്മയങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇപ്പോൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ജഗന്നാഥൻ സാർ. സാറിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ആംബുലൻസ് കടന്നു വരാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് മുഴുവൻ ഭക്തജനങ്ങളോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ആറാട്ട് മഹോത്സവത്തിന് പഴയൊരു ചരിത്രമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര. 2 സഹോദരങ്ങളാണ്, കേളപ്പനും ഗോപാലനും. അവർ പരമ്പരാഗതമായിട്ട് ചുടുകാപ്പി വിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചുടുകാപ്പി വിൽപ്പന വർഷങ്ങളായിട്ട് ഉത്സവത്തിന് നടത്തിയൊരു നേർച്ച പോലെ ചെറിയ പൈസയൊക്കെ വാങ്ങിക്കുള്ളൂ. ആൾക്കാർക്കൊക്കെ കാപ്പിയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ഒരു ദിവസം ഇവർ തീരുമാനിച്ചു, നമുക്ക് ഉത്സവത്തിന് കച്ചവടം വിപുലപ്പെടുത്തണം. 2 പേരും അവരവരുടെ ഭാര്യമാരെ സമീപിച്ച് ഓരോ സാരി വാങ്ങിച്ചു. സാരി ഈ ആ റോഡിൻ്റെ സൈഡിൽ തറിയൊക്കെ അടിച്ച് കെട്ടി സാരീൻ്റെ അവസാനിക്കുന്ന ഇടത്തിൽ അതിൻ്റെ എൻട്രിയൊക്കെ വെച്ച് കച്ചവടം തുടങ്ങി.
പഴം, ബ്രെഡ് പൊരിച്ചത്, മുട്ട പൊരിച്ചത്, ഇതൊക്കെയാണ് ഐറ്റംസ്. ഒക്കെ കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഉത്സവാഘോഷം കൂടാൻ വേണ്ടിയിട്ട് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ഏതോ ഒരു പച്ചപ്പരിഷ്കാരി കുഞ്ഞിക്കണ്ണട്ട നോക്കിയിട്ട് പറഞ്ഞു, കളപ്പട്ട നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബുൾസെ. ബുൾസെ ആ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേ? ഇവിടെ ഡബിള്. 2 മുട്ട പൊരിച്ചല്ലേ, ഇവിടെ ബ്രെഡ് പൊരിച്ചത്, പഴം. ചേട്ടാ എൻ്റെ ബുൾസെ ശരിയായി തരാം. ഗോപാല ചെറിയനെന്താ പറയുന്നത്? ബുൾസെ എന്ന് അല്ല. അപ്പം ഓനോട് തന്നെ ചോദിച്ചാലോ? അത് വേണ്ട, മാനം പോവും. നമുക്ക് ഓനോട് ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ മാനം പോണ്ട പരിപാടിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. എന്താ ചെയ്യാനൊന്നുമില്ല. ഞാനൊരു ചെറിയ പരിപാടി കാണിക്കാം. അല്ല ചേട്ടാ, എന്താ എൻ്റെ ബുൾസേൻ്റെ ആടെ നിൽക്കടേ? ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുമ്പേ ഓർഡർ കൊടുത്ത ആൾക്കാർക്കല്ലേ, ഓലിക്കൊക്കെ ഇതൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വേഗം കേളപ്പെട്ട ഒരു വലിയ ബക്കറ്റിൽ വെള്ളം എടുക്കാൻ വെച്ചിട്ട് അടുപ്പിലങ്ങ് ഒഴിച്ചേച്ച് സമാറൊന്നിലങ്ങ് ഒഴിച്ചേച്ച് എന്നിട്ട് പറഞ്ഞു, ഇതുവരെ കഴിച്ച ആൾക്കാർ ആരും ഇനി പൈസ തരുകയും വേണ്ട, ഇനി ആരും ഒന്നിനും ഓർഡർ ചെയ്തതിന് നിൽക്കുകയും വേണ്ട, ഞങ്ങളെ കച്ചവടം കൂട്ടി. 2 ആളും 2 കെറ്റിൽ ചുടുകാപ്പി എടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. കാപ്പി 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 മറ്റ് പൈസ കൊടുക്കുന്നു, 10 റുപ്യക്ക് കാപ്പി കൊടുക്കുന്നു, കാപ്പി വാങ്ങി കഴിക്കുന്നു. കാപ്പി കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചങ്ങാതി, ഹലോ ചേട്ടാ ബ്രൂ ഉണ്ടോ? ബ്രൂ നോക്കുമ്പം അവിടെ ബുൾസേക്ക് വന്ന അതേ പച്ചപ്പരിഷ്കാരിയാണ്. കളിപ്പിച്ച ഒരു രീതിക്ക് ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ. നേരെ ഇവർ രണ്ടും കൂടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ കെറ്റിലെടുക്കുകയും ചെയ്തിട്ട് തലക്ക് ചുറ്റി 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ദൂരത്തേക്ക് ഒരു ഏറും കൊടുത്ത് മറ്റേ ഗോപാലാട്ടൻ്റെ കെറ്റിലെടുക്കുകയും ചെയ്തിട്ട് കെട്ടി തലക്ക് ചുറ്റി 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ഏറും മൂപ്പറും കൊടുത്ത് എന്നിട്ട് ദേവിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ശപഥം ചെയ്തു, ഇനി ഞങ്ങളോ ഞങ്ങളെ പരമ്പരയോ ഈ ഉത്സവത്തിന് കാപ്പിയോ യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ഒരു തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളായിട്ട് ഈ മണ്ണിൽ നിൽക്കൂല. ഇന്നും നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ കാണാം, അവരാദ്യമായിട്ട് ആ കച്ചവടം ചെയ്ത സ്ഥലമില്ലേ, അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കാർണിവലിൻ്റെ ഒക്കെ ആൾക്കാർ ചുടുകാപ്പിയും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെച്ച് പൂജിച്ച് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പോകുന്നു. ഇങ്ങനൊരു ആചാരം അവിടെ നടക്കുന്നുണ്ട്. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടിപൊളിയായിട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് എന്തായാലും ആ ആചാരം പറഞ്ഞു നിർത്തിയതിലും അടിപൊളിയായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. പേരെന്തായിരുന്നു? ഒരു പ്രത്യേക പേരായിരുന്നു നിങ്ങളുടെ? ഗിനീഷ്. അപ്പൊ ഈ ന്യൂമറോളജി ഒക്കെ വന്നല്ലോ സെലിമേറ്റയുടെ കാലത്ത്. അപ്പൊ പാട്ട് പാടുന്ന PC ജോജി എന്ന് പറഞ്ഞൊരുത്തുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. ജോജി ന്യൂമറോളജിനെ കാണാൻ പോയി. അപ്പൊ അയാള് PC ജോജി എന്നുള്ളതിന് PEECEE JOJ എന്നാക്കി, PC ജോജി എന്നാക്കി കൊടുത്തു. അത് നിങ്ങൾക്ക് ഭയങ്കര ഉയർച്ച ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പേര് മാറ്റിയാൽ പോരാ. ഈ മാറ്റിയ പേര് ആളുകൾ നമ്മളെ വിളിക്കുന്നില്ലെങ്കിൽ ഈ ന്യൂമറോളജി കൊണ്ട് ഫലമില്ല. ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും വീട്ടുകാർ പല പേരിട്ടെങ്കിലും ആ പേരിലായിരിക്കില്ല നമ്മളെ നാട്ടുകാർ വിളിക്കുന്നത്. ഒരാളുടെ പേര് മറ്റൊരാൾ എത്ര തവണ കൂടുതൽ പറയുന്നോ അത് ഈ ആരുടെ പേരാണോ പറയുന്നത് അയാൾക്ക് നല്ലതാണെന്നാണ് ഈ ന്യൂമറോളജിയുടെ ബേസ്. അങ്ങനെ PC ജോജി എന്ന് പേരിട്ടിട്ട് ഈ ന്യൂമറോളജിസ്റ്റ് പറഞ്ഞു, ഇനി ആര് ചോദിച്ചാലും എവിടെ പറഞ്ഞാലും അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ തന്നെ ചെയ്യിക്കണം, എന്നാലേ ഗുണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ജോജിയുടെ കാൻറ്റിക്കോണ്ടേക്ക് അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫസ്റ്റ് വളവ് വളഞ്ഞപ്പോൾ ഞങ്ങളെ പോലീസ് പിടിച്ചു. ഹെൽമെറ്റ് ഇല്ലാത്തതിന് എന്നെ ജോജീനെ പോലീസ് പിടിച്ചപ്പോൾ ബുക്കും പേപ്പറും ഒന്നുമില്ല. 1000 രൂപ ഫൈൻ എഴുതിയിട്ട് പോലീസ് റെസിപ്റ്റിൽ എന്താ പേര് PC ജോജി എന്ന് പറഞ്ഞ് P എന്ന് എഴുതി പിയും പറയാം, സാർ PEECEE എന്ന് എഴുതണം, എന്നാലേ എനിക്ക് നല്ലത് വരുള്ളൂ എന്ന്. പോലീസിൻ്റെ റെസീറ്റിലാണ് ആദ്യമായിട്ട് പുള്ളിക്ക് നല്ല കാലം തുടങ്ങിയത്. നിങ്ങളുടെ തമാശകൾ വളരെ നല്ലതായിരുന്നു, എല്ലാം ക്ലൈമാക്സ് ഉള്ള തമാശകളായിരുന്നു. ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തുടക്കത്തിൻ്റെയും ക്ലൈമാക്സിൻ്റെ ഇട കുറച്ചുകൂടെ ഫില്ല് ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ പടക്കം കെട്ടുമ്പോൾ ചെറിയ കുണ്ടുകൾ വെക്കുന്ന പോലെ ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടയിലും ഒക്കെ ചെറിയ ചെറിയ തമാശകൾ കെട്ടി വെച്ച് പോയാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അല്ലേ സലീമേട്ട? അല്ല, തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പ് കോമഡിയുടെ കിങ് ആണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ഞാൻ വിനീഷിന്റെ പരിപാടി ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിനീഷ് എവിടെയോ പോയി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് ബ്രൂ കാപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, ഞാനിത് വല്ലാത്തൊരു തർക്കം കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ എവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മഴ വന്നിട്ടൊരു കടലിലങ്ങ് കയറി നിൽക്കുകയാണ്. മറ്റൊരാൾ ഏതോ ഒരു ഭക്തൻ വേറൊരാളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പാണ്. അപ്പോൾ അവിടെ വന്ന ഒരു യാചകൻ വന്നിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ കാപ്പി കുടിക്കാൻ ഒരു 10 രൂപ തരാമോ എന്ന് ചോദിച്ചു. ഇയാൾ പറയാണ്, കാപ്പിക്ക് 10 രൂപ ഇല്ലല്ലോ. കാപ്പി കുടിക്കാന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. കാപ്പിക്ക് 10 രൂപയില്ലല്ലോ, 7 രൂപയല്ലേ ഉള്ളൂ. ഈ യാചകൻ പറയാം, ബ്രൂവിന് 10 അല്ല, ഈ കാപ്പി കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറവൂർ അന്നത്തോടുകൂടിയാണ് ഞാൻ മീൻ വാങ്ങിക്കൽ നിർത്തിയത്.
മീനിന്റെ മുട്ട അറിയാം, മുട്ട പനഞ്ഞി എന്ന് പറയുന്നത്. അതൊരു വലിയ മീനിന്റെ ഒരുപാടുണ്ട് മുട്ട ഇങ്ങനെ വെച്ചേക്കാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ വില പറഞ്ഞു, എന്ത് തന്നെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾക്കൊരു കൃത്യമായ വില അതിനുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ കുറഞ്ഞു പോകുമോ എന്നുള്ള സിനിമാടനാണ്. അതെ. അപ്പൊ പുള്ളി അറിയാം കാപ്പിക്കാശ് കൊടുക്കും പറഞ്ഞു. നമ്മുടെ കാപ്പിക്കാശ് എന്ന് വെച്ചാല് അതുപോലെ കുറഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞു. നിങ്ങനെ പറഞ്ഞു ഒരു 400 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 400 രൂപയുടെ കാപ്പിയൊന്നും ഞാൻ ജീവിതത്തിൽ ഇതേവരെ കഴിച്ചിട്ടില്ല. അപ്പൊ 10 രൂപയ്ക്കുള്ള കാപ്പി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോ അവിടെ ആ ചേച്ചി പറയണത്, ആ സിനിമാ നടൻ വില പറഞ്ഞ മീൻ, സിനിമാ നടൻ വില പറഞ്ഞ മീൻ, സിനിമ കച്ചവടം. അതോടുകൂടിയാണ് ഞാൻ മീൻ വാങ്ങിക്കാൻ പോക്ക് നിർത്തിയത്. ഈ നാട്ടിലൊരു ആസ്ഥാന അനൗൺസർ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ തുടക്കം. അതെ. പറവൂർ മേഖലകളിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആസ്ഥാന അനൗൺസർ ഉണ്ടായിരുന്ന ആളാണ് മഞ്ഞ ജുബയും ഇട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നാഷണൽ അവാർഡ് ജേതാവ്. ജീപ്പിൽ വോളിബോൾ കളി, ഇലക്ഷൻ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഈ ട്രൂപ്പിൽ ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കോതമംഗലംകാരനാണ്. പുള്ളി അനൗൺസ്മെന്റ് നീട്ടി പഠിച്ചുകൊണ്ട് വരും. പക്ഷേ ഈ പഠിച്ച സാധനത്തിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം മറക്കുടയാൽ എന്ന് പറയുന്ന പാട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവൻ്റെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ഇവൻ അപ്പം ഒന്ന് എന്നെ തട്ടി പിടിച്ചിട്ട് പാട്ട് മാറ്റി കട്ടിപ്പിട്ടിടാന്ന് പറഞ്ഞു കേട്ടോ. ഇവൻ പറഞ്ഞ് മൂത്ത് വെക്കുമ്പം മണ്ണിന്റെ മണമുളക്കത്തകൾ മലയാളിക്ക് സമ്മാനിച്ച തകഴി ശിവശങ്കരപ്പള്ളിയുടെ പൊൻതുകയിൽ നിന്ന് പാട്ട് മാറ്റി കെട്ടിപ്പിടിടാ. സുഹൃത്തുക്കളെ, അടുത്ത ഗാനം ഒരു ലൗകിക ഗാനം, ഖുഷി എന്ന ചിത്രത്തിൽ നിന്നും. ഞാൻ ദീപാവലിക്ക് ആണ്ട് ലൗകികം എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അതല്ല പുള്ളി പറഞ്ഞത്. മനസ്സിലായി. ഞങ്ങളുടെ അമ്പലം കളരിക്കൽ, ചിറ്റാറ്റുകര കളരിക്കൽ ഭഗവതി ക്ഷേത്രം, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പൊ ഞാനിന്ന് പറവൂരാണ് താമസിക്കുന്നത്. സലിമേട്ടന്റെ വീടിന് തൊട്ടടുത്താട്ടോ? അതെ, തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ വീട് പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറി താമസിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ സമയത്ത് വീട് പണിതിട്ടില്ല. അപ്പൊ ഡെയിലി ഞാൻ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ അമ്പലത്തിലെത്തും. പിള്ളേരും വൈഫും ഞാനും കൂടി വരും, തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ഈ 10 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നപ്പോൾ അവിടെ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് അച്ചപ്പം, കോഴലപ്പം, അലുവ, സർവത്ത് ഇതൊക്കെ വെക്കുന്ന സ്റ്റാള്, അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഞാൻ വണ്ടി അവിടെ നിർത്തി ചെന്നപ്പോൾ പിയേഴ്സൺ മാഷ, NM പിയേഴ്സൺ എന്ന് പറഞ്ഞാൽ ന്യൂസിലൊക്കെ ചർച്ചയിലൊക്കെ ഉണ്ടാവുന്ന എൻ്റെ മാഷും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. അപ്പൊ എന്നെ കണ്ടപ്പോൾ സന്തോഷം. വാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്, കാഴ്ചക്കാരനായിട്ടാണ് നിൽക്കുള്ളൂ. മാഷ് തന്നെയാണ് ഉദ്ഘാടകൻ. നിലവിളക്ക് വെച്ചു, എണ്ണ കൊണ്ട് ഒഴിച്ചു. മാഷ് തീപ്പെട്ടിയാണ്, തീപ്പെട്ടി ഒഴിച്ച് കത്തിക്കും, കെട്ടുപോകും. തീപ്പെട്ടി എത്ര പ്രാവശ്യം തീപ്പെട്ടി വരക്കുന്നു, തീപ്പെട്ടി ഫുള്ള് തീർന്നു. ഇല്ല, ഈ തീറ്റി കത്തണില്ല. ആകെ പിന്നെ കല എന്ന് പറഞ്ഞ് ഒച്ച കേട്ടിട്ട് വിളക്കെടുത്തിട്ട് പോയി. മാഷം ഇങ്ങോട്ട് വന്നെന്തോ സ്വല്പം ലാഗ് അവിടെ ഫീൽ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അവിടെ നടന്നത്? ഒരു തീപ്പെട്ടിക്കൊള്ളി, ഒരു തീപ്പെട്ടിൽ 19 കൊള്ളിയുണ്ട്, അത് ഉറച്ചിട്ടും കത്താത്ത വിളക്ക്, എന്താണ് പ്രശ്നം? എടാ, അത് അവർ എണ്ണ ഒഴിക്കുന്നതിന് പകരം സർവത്തൊഴിച്ചത്. പെണ്ണുങ്ങൾ പാവങ്ങള് ധൃതിയില് എണ്ണ സർവത്ത് ഏകദേശം ഒരേ കളറാണ്, ഒഴിച്ചത് മാറിപ്പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ സിനിമയിലൊന്നും കൊണ്ടുവന്നിട്ട് ഇടരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എങ്ങിടൂല. അപ്പൊ അന്ന് വൈകുന്നേരം എൻ്റെ ഉത്സവമാണ് അവിടെ, ഞാൻ നടത്തുന്ന ഉത്സവമാണ്. അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കഥ തന്നെ പറഞ്ഞു. അവിടെ പറയരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്പൊ ഏതായാലും ഗംഭീരമായി. താങ്ക് യു. അതെ, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരണം. താങ്ക് യു സോ മച്ച്.